എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു മീൻ കറിയാണ് വെക്കാൻ പോകുന്നത്. ഇതാണ് മീൻ. അപ്പോൾ ഈ കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും ഈ മീൻ എന്താണെന്ന്, പക്ഷെ അറിയാത്തവരും ഉണ്ടാകും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് പറയാം. ഇതിൻ്റെ പേര് ശരിക്കും ആനചവിട്ടി എന്നാണ് ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ പറയുന്നത്, കണ്ണൂരേക്ക്. അപ്പോൾ പിന്നെ ജയമോൻ്റെയൊക്കെ സൈഡിലേക്ക്, എറണാകുളം ആ സൈഡിലേക്കൊക്കെ ഇതിന് പാമുള്ളൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ദുബായിൽ വന്നിട്ട് ഈ മീൻ ഒരു 15 വർഷമായി. പക്ഷെ ഞങ്ങൾ വാങ്ങിക്കുന്ന കടകളിലൊന്നും ഈ മീൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നലെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഈ മീൻ കണ്ടു. അപ്പോൾ ഞാൻ അവിടെ മീനെടുത്ത് തന്ന ചേട്ടനോട് ചോദിച്ചു ഇത് എന്നാന്ന് ചോദിച്ചപ്പോൾ ഒരു ഫിലിപ്പിനോ അന്നേരം എന്നോട് പറഞ്ഞു ഇത് മൂൺഫിഷാന്ന് പറഞ്ഞ്. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ വെച്ച് ഇത് കൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിത് വാങ്ങിച്ചു. പിന്നെ ശരിക്കും ഇതിന് ആനചവിട്ടി എന്നുള്ള പേര് ഇത് ഇത്രയും പരന്നിരിക്കണ കൊണ്ടായിരിക്കും. ആനചവിട്ടിയാൽ ഈ ഒരു അവസ്ഥയായിരിക്കുമല്ലോ നമ്മുടെയൊക്കെ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആനചവിട്ടി എന്നുള്ള പേര് വന്നത്. എന്തായാലും പേര് നല്ല രസമുണ്ട് മീനിൻ്റെ. അപ്പോൾ ഞാനിതാണ് ഇന്ന് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഇതിന് പുറത്തൊരു കുമ്മായൊക്കെ തേച്ച പോലത്തെ ഒരു ഇതുണ്ടാവും. അപ്പോൾ നമ്മളത് നല്ല ഏതെങ്കിലും ഷാർപ്പുള്ള കത്തി കൊണ്ടൊന്നിങ്ങനെ ഒന്ന് ചിരണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തെ ആ വെളുത്ത ഒരു പാട പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതങ്ങ് പൊക്കോളും. ഇവിടെ ഞങ്ങൾക്ക് കുറച്ചൊക്കെ അവർ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് തരുന്നത്. അപ്പോൾ ബാക്കി ഭാഗങ്ങളുണ്ടായിരുന്നു എല്ലാം കൂടെ ഞാനൊന്ന് ഇങ്ങനെ ഞാൻ എൻ്റെ കത്തി വെച്ച് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ ഇതിന് അകത്ത് നല്ല മുള്ളാണുള്ളത്, നല്ല കട്ടിയുള്ള മുള്ള് തന്നെയാണ് അകത്തുള്ളത്. അപ്പോൾ എന്നോട് കട്ട് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത് ഇവിടെ ആദ്യമായിട്ട് കിട്ടിയതാണല്ലോ, എന്നാൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്യേണ്ട, അങ്ങനെ തന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കിത് കട്ട് ചെയ്യാനായിട്ട് എനിക്കിനി പണിയാവും എന്നാണ് തോന്നണത്. എന്തായാലും നോക്കാം. അപ്പോൾ അങ്ങനെ എൻ്റെ ക്ലീനിങ് ഏകദേശമൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇത് കറി വെക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി, പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഞാനിവിടെ നമുക്ക് കിട്ടണ വെളുത്തുള്ളി ഇച്ചിരി വലിയ വെളുത്തുള്ളി ആണെങ്കിലും അതിന് അത്രയും നമ്മുടെ നാട്ടിലെ കുഞ്ഞുള്ളിയുടെ അത്രയും ഉറയില്ല. അതുകൊണ്ടൊരു ഞാൻ ഒരു 3-4 വലിയ കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3-4 ചെറിയുള്ളി എടുത്തു, പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്ത് അതും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഈ കുഞ്ഞുള്ളിയും ഈ വെളുത്തുള്ളിയും കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിത് വട്ടത്തിലാണ് അരിയണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിഞ്ഞെടുക്കാം. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ എരിവ് പിള്ളേരൊക്കെ കൂട്ടുന്ന കാരണം അധികം എരിവ് കറിയിലേക്ക് അതിൻ്റെ അരിയൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നടുവൊന്ന് ജസ്റ്റ് കത്തിയിട്ട് ചുണ്ടുകൊണ്ടൊന്ന് കീറി കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഒരു ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് മീൻകറി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് അധികം ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ള മുളക് പൊടി എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. എരിവുള്ള മുളക് പൊടി ഞാൻ എടുത്തിട്ടില്ല, കാരണം പച്ചമുളകിൻ്റെ എരിവ് നന്നായിട്ടുള്ളത് കാരണം കൊണ്ട് പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ചട്ടിയിലെ എണ്ണ ചൂടായി. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ആദ്യം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഉലുവ എന്ന് പതുക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ നമുക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ കടുകും ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കടുകൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേട്ട് നമുക്ക് ആദ്യം തന്നെ ചതച്ച് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. കാരണം ഇഞ്ചി ഇച്ചിരി കട്ടിയുള്ള സാധനമാണല്ലോ. അപ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് മൂക്കുവാണെങ്കിൽ മറ്റത് മൂത്ത് വരുമ്പോഴത്തേക്കും അതും കൂടി ആ പാകത്തിന് മൂത്ത് കിടന്നോളും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടി അതിനകത്ത് ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ ചുവന്നുള്ളി നമ്മൾ ചേർത്തതായതുകൊണ്ട് ഇച്ചിരി ഒന്ന് ക്രിസ്പി ആവുന്നോടം വരെ നമ്മൾ വഴറ്റണം. അല്ലെങ്കിൽ ചിലപ്പോൾ നാളത്തേക്ക് കറി മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ അത് ചീത്തയായി പോകും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് വഴന്ന് വരുന്ന നേരത്തേക്ക് നമുക്ക് പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളിയാണ്, അതുകൊണ്ട് നല്ല പുളിയാണ്. അപ്പോൾ ഞാനെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിലൊരു ശകലം നേരം ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വല്ല ചെളിയോ മണ്ണോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ശകലം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പുളിയെ. പിന്നെ പുളി നല്ലതാണെങ്കിൽ നമ്മുടെ മീൻകറി നല്ലതായി, അങ്ങനെയാണ്.
ഇതിപ്പോൾ എൻ്റെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് ഇവിടെ വഴന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മുളക് പൊടിയും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഈ മുളക് പൊടിയും കൂടി ഒന്ന് മൂപ്പിക്കണം ഇതിലേക്ക്. അപ്പം മുളക് പൊടി മൂപ്പിക്കാനായിട്ട് നമ്മൾ ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മുളക് പൊടി ഇടുന്നതിന് മുന്നേ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ മുളക് പൊടി ഇടാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ മീൻകറിക്ക് ചിലപ്പോൾ കരിച്ചോ വരും. പിന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേട്ട് ഒരു നല്ല മീൻകറിയുടെ മണം വരും. അപ്പോൾ നമ്മളിതങ്ങ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ആവശ്യത്തിന്. ഇതിപ്പോൾ മുളക് പൊടി ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ചാറിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഒഴിക്കാനായിട്ട്. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. കാരണം മീനിനകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടായിരിക്കും. അപ്പം മീൻ വെന്ത് കഴിയുമ്പോഴത്തേക്കും മീനിനകത്തുനിന്നും കുറച്ച് വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം വെള്ളം സൂക്ഷിച്ച് ഒഴിക്കുക. ഇതിപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പുളി ഇവിടെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടൊന്ന് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തേക്കണത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കറി വെക്കാനായിട്ട് ഇച്ചിരി ലേറ്റായി. അപ്പോൾ പിള്ളേർ വരുമ്പോഴത്തേക്ക് ചോറുണ്ണാനായിട്ട് അപ്പോൾ ഇങ്ങനെ കീറി ഇട്ട് കൊടുക്കുവാണെങ്കിൽ ആ മീനിൻ്റെ എല്ലാ വശത്തേക്കും പുളി കിടക്കുവാണെങ്കിൽ പെട്ടെന്ന് മീൻ കറിയിലേക്ക് പുളി പിടിച്ചോളും. നമുക്ക് മീൻ കറി വാങ്ങുന്ന പാടെ ചോറുണ്ണാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുളി ഒന്ന് കീറി ഇട്ടതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ ഇതൊന്ന് തിളയ്ക്കണം. അപ്പോൾ നമ്മുടെ മീൻ്റെ ചാറ് ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ട് കൊടുക്കാം. അതുപോലെ തലക്കഷ്ണം ആദ്യം പെറുക്കിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചട്ടിയുടെ അടിയിൽ പെട്ടെന്ന് പിടിക്കാണ്ടിരുന്നോളും. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഒരു ഷേപ്പിലല്ലേ. അപ്പോൾ അല്ലാതെ മറ്റേ മീൻ കഷ്ണം അങ്ങ് പിടിക്കുവാണെങ്കിൽ അത് അങ്ങനെ തന്നെ ചട്ടിയുടെ മൂട്ടിലേക്ക് ചിലപ്പം ഇച്ചിരി നേരം തിളയ്ക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിൻ്റെ ഇതൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തലയുടെ കഷ്ണമാണ് ആദ്യം ഇട്ട് കൊടുത്തത്. അതിനുശേഷം ബാക്കി കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാനിത് ഇച്ചിരി വലിയ മീനായതുകൊണ്ട് ഇത് എനിക്ക് ഈ ചട്ടിക്കകത്ത് ഇച്ചിരി നിറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിറഞ്ഞു നിന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. ആ മുളകിൻ്റെ അരപ്പൊന്ന് ആ മീനിൻ്റെ പുറത്തുകൂടി ഒന്ന് കോരി ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ആവി കൊണ്ട് അത് വെന്ത് വന്നോളും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കറിവേപ്പില ഇടുന്ന സമയത്ത് നമ്മൾ ആ തിളയ്ക്കണ ആ വെള്ളം അതിൻ്റെ അരപ്പുള്ള ആ സ്ഥലത്തേക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത് തിളയ്ക്കുമ്പോൾ ആ മീനിൻ്റെ എല്ലാ വശത്തേക്കും മീൻ അടുങ്ങി കിടക്കുവാണെങ്കിലും അതിൻ്റെ ആ എല്ലാ വശത്തേക്കും കറിവേപ്പിലയുടെ ടേസ്റ്റും പെട്ടെന്ന് പിടിച്ചോളും. അപ്പോൾ ഞാൻ കറിവേപ്പില ഇവിടെ എല്ലായിടത്തേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കണ നേരത്തെ ഒന്ന് ശകലം ഇങ്ങനെ ഒന്ന് തുറന്നു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആവിച്ച് വെള്ളം അടപ്പേ തട്ടി നിന്നിട്ട് ഗ്യാസിലേക്കും ആ കറിയിലേക്കും ഒക്കെ വെള്ളം ഇറങ്ങിയിട്ട് കറിക്ക് ചാറ് കൂടി പോകാണ്ടിരുന്നുള്ളൂ. ഇതിപ്പോൾ ഞാനൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം തുറന്നു നോക്കി. ഇനിയിപ്പോൾ നമുക്ക് ഈ മീനൊന്ന് മറിച്ചിടണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആ മുകളിൽ കിടന്ന മീൻ കഷ്ണം എല്ലാം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ അടിയിൽ കിടന്ന മീനും ജസ്റ്റ് ഉടഞ്ഞു പോകാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചൊരു 10 മിനിറ്റ് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ മീൻകറി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇനിയിപ്പോൾ ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് തുറന്ന് വെച്ചൊന്ന് വേവിക്കണം. ഇനി അടപ്പേന്ന് വല്ല വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആവശ്യ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതുപോലെ ഇത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇതിപ്പോൾ ഞങ്ങൾ കഴിക്കാനായപ്പം എൻ്റെ മീൻകറി ഇരിക്കുന്നതാണിത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.